വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാ കൂട്ടർക്കും ആൽബോ സ്റ്റൈലിലേക്ക് സ്വാഗതം. ആൻഡ് ഞാൻ നിങ്ങളുടെ സ്വന്തം ലൈവാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ബ്ലൈൻഡ് ബാഗ് എങ്ങനെ ഉണ്ടാക്കണം, ബ്ലൈൻഡ് ബാഗ് അൺബോക്സിങ് നമ്മൾ ഷോർട്സ് വഴി കാണുമായിരിക്കും. ഇനി ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കാം നമ്മൾ അതിനാണ് എൻ്റെ ഈ വീഡിയോ ഉള്ളത്, ഉണ്ടാക്കിയത് കേസ്. അപ്പം നമുക്ക് അതുണ്ടാക്കിയാലോ? ദൂരപ്പോ ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൻ്റെ കൈ തന്നെ കേട്ടോ, ദൂരെ പോകാനൊക്കെ പറയാൻ. ഓക്കെ, അപ്പം നമുക്ക് വേറെ വീഡിയോയിൽ പോവാം. അപ്പം നമുക്ക് ആദ്യം എന്താണെന്ന് ചെയ്യേണ്ടത്, ഇതേപോലത്തെ ഒരു ബാഗ് ചെയ്തെടുക്കണേ. ഈ ബാഗ് ചെയ്തെടുക്കാൻ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അപ്പുറത്തും ഇപ്പുറത്തും ജസ്റ്റ് ഗം ടേപ്പ് ഒട്ടിച്ച് വെച്ചാൽ മതി കേസ്. എൻ്റെ ഗമ്മ് തീർന്നപ്പോൾ ഞാൻ ഗം ടേപ്പ് ഉപയോഗിച്ച് കേസ്. അപ്പം ഇതേപോലെ നമുക്ക് ഗം ടേപ്പ് ഒട്ടിക്കാം. ഗമ്മില്ലാത്തൊരു ഗം ടേപ്പ് ഒട്ടിക്കാം, ഗം ടേപ്പ് ഇല്ലാത്തൊരു ഗമ്മ് ഒട്ടിക്കാം. രണ്ടും ഇല്ലാത്തവരൊന്നും ചെയ്യേണ്ട കേസ്. പ്ലെയിൻ ബാഗ് ഉണ്ടാക്കണ്ട. ഇത് ഗം ടേപ്പും ഗമ്മ് അല്ല ഗം ടേപ്പില്ലെങ്കിൽ നമുക്ക് പ്ലെയിൻ ബാഗ് എന്ന് പറയുന്ന സാധനം ഉണ്ടോ? നമുക്ക് ഈ സ്ക്വീഷ് ഉണ്ടാക്കണമെങ്കിൽ ഗം ടേപ്പ് വേണം കേസ്. അപ്പം ഇതേപോലെ ആക്കിയെടുക്കണം. ഞാനത് കാണിച്ചില്ലേ, അതേപോലെ ഒന്ന് ആക്കിയെടുത്താൽ മതി. അപ്പം അതേപോലെ ഒന്ന് ആക്കിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലൈൻഡ് ബാഗിൻ്റെ ബാഗ് റെഡിയായി. അപ്പം നമ്മുടെ ഇതൊക്കെ ഉറക്കം വരുന്ന കേസ്. ഇതേപോലെ ഞാൻ ഡ്രോ ചെയ്ത് ഇത് ഞാൻ ക്ലിപ്പ് ചെയ്തപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതാണ്. അപ്പം ഞാൻ ഇതുപോലെ പ്ലാൻസൊക്കെ വരച്ചത് ഞാൻ ചിലപ്പോൾ ഇവിടെ എവിടെയെങ്കിലൊക്കെ ഇടാൻ പറ്റുമോ നോക്കട്ടെ ഗൈസ്. ആയിട്ട് ഞാൻ വീഡിയോ ക്ലിപ്സ് ചെയ്ത് ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സ്ക്വീഷി ആക്കണമെങ്കിൽ നമുക്ക് കറക്റ്റ് സ്ക്വയർ തന്നെ ആവശ്യമുണ്ട്. അതിൻ്റെ പുറകിലും മുമ്പിലുമായിട്ട് നമുക്കൊരു ബാഗ് പോലെ ആക്കണ്ടേ അതിന്, ഈ ഞെക്കാനൊക്കെ ആയിട്ട്. അതിനായിട്ട് നമ്മൾ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താൽ രസമുള്ളൂ. നമുക്ക് അതിൻ്റെ ആ പൂ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. കുറച്ച് സമയം പോയി നല്ല വർക്കാവാനുണ്ട്. നമുക്ക് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ ഭയങ്കര കഷ്ടമാണ്. അത് കാരണമാണ് ഞാൻ സ്ക്വയറും പോട്ടെ പക്ഷേ പൂവിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാൻ സ്ക്വയർ വെച്ച് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ പ്ലെയിൻ ബാഗിൽ 2 സ്ക്വീഷീസാണ് കേട്ടോ ഉണ്ടാക്കണം. 2 ഏതൊക്കെയോ ഫ്ലവേഴ്സാണ്, അതിൻ്റെ പേരൊന്നും തന്നെ എനിക്കറിയത്തില്ല. ഒത്തിരി സമയമൊന്നും ആയിട്ടില്ല കേട്ടോ. ഇപ്പം 8 മണി ആയതേ ഉള്ളൂ. പണ്ട് ഞാൻ 8:30 ആകുമ്പോഴത്തേനും ഉറങ്ങുമായിരുന്നു. എന്ന് വെച്ചൊരു 5 ക്ലാസ് എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം കേസ്. പിന്നെ ഇന്ന് എന്നാന്ന് വെച്ചാൽ ഞാൻ പള്ളിയിൽ പോകാൻ രാവിലെ എണീച്ചു കേസ്. രാവിലെ എനിക്ക് തല നനച്ച് കുളിക്കാനുണ്ടായിരുന്നു. അപ്പം ഞാൻ രാവിലെ എണീച്ചത് കാരണം എനിക്ക് അതിൻ്റെ ഒരു ഉറക്ക ക്ഷീണമാണ് കേട്ടോ. നമ്മൾ ഇതിന് വരച്ചു കൊടുക്കേണ്ടത് സൺഫ്ലവർ വെച്ചെടുക്കാം കേട്ടോ. നമ്മളിങ്ങനെ ഹൈലൈറ്റർ ഭാഗം വെച്ച് വരച്ചായിരുന്നു സർക്കിളായില്ല. അപ്പോൾ നമ്മളിത് ഇങ്ങനെ നിങ്ങൾക്ക് ഏത് ടോപ്പിക്കും ആക്കാം. ഇപ്പോൾ ഫ്ലവേഴ്സിൻ്റെ ആണെങ്കിൽ ഏത് ആക്കാം. ഇപ്പം നിങ്ങളുടെ ഇഷ്ട ടോപ്പിക്കാണ്. ഞാനിപ്പോൾ എൻ്റെ ഇഷ്ട ടോപ്പിക്കാണ് എടുത്തത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ട ടോപ്പിക്ക് എനിക്കിഷ്ടമുള്ള പോലെ ഉണ്ടാക്കിയിടും. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള ഉണ്ടാക്കിയോ, അതിന് ഞാൻ ഇതില്ല കേട്ടോ. അപ്പം നമ്മൾ അതെല്ലാം ക്ലോസ് ചെയ്ത് വെച്ചു. ഞാനിവിടെ സൺഫ്ലവർ ആട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഇത് ഇങ്ങനെ അതിൻ്റെ നടുക്കോടെ ഒരു ഇതൊന്ന് വരച്ചു കൊടുത്തിട്ട് ഇതാക്കി കൊടുത്ത്, പിന്നെ ഇതിൻ്റെ ഇച്ചിരി ഇതായി പോയിട്ടോ. പിന്നെ ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഷോർട്സ് വഴിയായിരിക്കും ഇടുന്നത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇതിനകത്ത് തന്നെ മെസ്സേജ് ഒക്കെ ഇഗ്നോർ ചെയ്യുക കേട്ടെങ്കിൽ. അപ്പോൾ ഞാൻ ഇങ്ങനെ വെച്ചിട്ട് എനിക്ക് എങ്ങാനും ഫ്ലോപ്പായെങ്കിൽ എനിക്ക് ഷോർട്സിലാണെങ്കിൽ എനിക്ക് സൗണ്ട് എഫക്ട്സ് ഒക്കെ നല്ലോണം കിട്ടും. അപ്പം അങ്ങനെയൊക്കെ തന്നെ നമുക്കൊരു നല്ലൊരു ഫ്രീ ആയിട്ടുള്ള ദിവസം നമുക്കത് അൺബോക്സ് ചെയ്യാമെന്ന് വെച്ചാൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോഴും അതവിടെ തന്നെ നടക്കണം. ഇതെന്ന് പറയുന്നത് ഞാൻ മിനിഞ്ഞാന്ന് എടുത്തൊരു ഇതാണ്, ചെയ്ത ഒരു ഇതാണ്. ആ മിനിഞ്ഞാന്ന് ഞാൻ ചെന്ന് വീഴുകയും ചെയ്തു കേസ്. ഈ വീഡിയോ എടുത്തിട്ട് നേരെ ഇറങ്ങിപ്പോയത് ഞാൻ അപ്സ്റ്റേഴ്സിലാണല്ലോ എൻ്റെ റൂം. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് വീണതാണ് കേസ്. ഞാൻ അവിടെ നിന്ന് വീണിൻ്റെ കാലുളുക്കി. എന്താ വെച്ചാൽ നേരത്തെ എൻ്റെ റൈറ്റ് ലെഗ് ഉളുക്കിയിട്ടുണ്ട്, അതേപോലെ തന്നെ എൻ്റെ ഇപ്പുറത്തെ കാലും ഉളുക്കിയിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞോന്ന് എന്നെനിക്കറിയത്തില്ല റൈറ്റ് ലെഗ് ഉളുക്കിയത്. പക്ഷേ അന്ന് റൈറ്റ് ലെഗ് ഉളുക്കിയപ്പോൾ ഞാനൊരു 13 ദിവസം സ്കൂളിൽ പോയാൽ ആ മാതിരി വേനാണ്. ഈ പ്രാവശ്യം ചെറിയ ഒരു ഉളുക്കായിരുന്നു, അത് വേറെ ഭാഗ്യം എന്ന് ഞാൻ പറയുന്നു.
പക്ഷേ എനിക്ക് ഭാഗ്യമല്ല, വീട്ടുകാർക്ക് ഭാഗ്യം. കാരണം എനിക്ക് സ്കൂളിൽ പോകണ്ടായിരുന്നു. അമ്മേ, എനിക്ക് ഈ പ്രാവശ്യം സ്കൂളിൽ പോകണമെന്ന്. അയ്യോ, രണ്ടും നിങ്ങൾക്ക് ഏത് ഡിസൈൻസും ആക്കി എടുക്കാം. രണ്ട് ചെയ്തെടുത്തിട്ട് നമുക്കിനി പ്ലാസ്റ്റർ ചെയ്തെടുക്കാം. ഞാൻ എന്നെ ഈ പറയണത് എനിക്കറിയത്തില്ല. ഞാൻ ഈ വോയിസ് കവർ ചെയ്യുമ്പോൾ എനിക്ക് സൗണ്ടൊന്നും കേൾക്കണില്ല. അപ്പം അയ്യോ, എന്താ പറയേണ്ടത് എനിക്കൊന്നും അറിയത്തില്ല ഗൈസ്. എനിക്ക് 21 മിനിറ്റിൽ വീഡിയോ ചെയ്തെടുക്കാനുണ്ട്. പക്ഷെ ഞാനിപ്പോൾ 5 മിനിറ്റിൻ്റെ ഇതേ ആയിട്ടുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ ഇനി ടേപ്പ് ലാസ്റ്റ് ആയപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഈ വലിയ ഈ ഒരു തടിയുള്ള ടേപ്പും തീർന്നു പോയിരിക്കുന്നു ഗൈസ്. അതിപ്പോൾ അത് ഞാൻ പിന്നെ ലാസ്റ്റിനിടെ പിറ്റേ ടേപ്പുള്ളാറ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു ഗൈസ്. പിന്നെ ഈ ഷൂട്ട് ചെയ്തത് ഞാൻ 3 ദിവസം വെച്ചിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്തത്. ഫസ്റ്റ് ഡേ ഷൂട്ട് ചെയ്തിട്ടാണ് ഞാൻ പോയി വീണത് കേട്ടോ. 3 ദിവസം ഷൂട്ട് ചെയ്ത്, കാരണം പപ്പയ്ക്ക് ഓരോ തിരക്കുള്ളത് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോൾ 3 ദിവസം ഷൂട്ട് ചെയ്തിട്ടാണ്. പിന്നെ ഞാൻ ഓരോന്നോരോന്നായിട്ട് മാറ്റി ഇങ്ങനെ അത് ഞാൻ തുടർന്നില്ലായിരുന്നു കേട്ടോ ഇങ്ങനെ ഈ പണിയൊന്നും. കാരണം അതേപോലെ തന്നെ വീഡിയോ എടുത്ത് ഞാൻ അയക്കണമല്ലോ. അപ്പം അത് തന്നെ ഞാൻ ചെയ്തു വെച്ചു. പിന്നെ 2 ദിവസം ഒരേ ഡ്രസ്സ് ഒരു ടീഷർട്ട് തന്നെ ഇട്ടു. പിന്നെ എനിക്കത് പറ്റത്തില്ലെന്ന് ഞാനത് മാറ്റി കേട്ടോ. അപ്പം എന്തെന്ന് ഞാൻ മറന്നുപോയി. അതേ നമ്മളിങ്ങനെ തന്നെ ചെയ്തു. സോറി ഞാൻ മറന്നുപോയതാണ് കൊണ്ടാണ് ഇത് ഞാൻ പറയണ്ടേന്ന്. അപ്പം ഇങ്ങനെ തന്നെ നമ്മൾ ചെയ്തെടുക്കണം. അപ്പം ഇങ്ങനെ നമ്മൾ നല്ലോണം ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാഗ് സെറ്റായി. നമുക്ക് സൈഡിൽ നിൽക്കുന്ന ഗം പൊട്ടിച്ചാലും നല്ല ബാഗ് ആകത്തുള്ളൂ. ബാഗിൻ്റെ പുറത്തോടെ ഗം പൊട്ടിച്ചിട്ടായെന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. എൻ്റെ അമ്മേ, നല്ല കഷ്ടപ്പാടുള്ള പണി തന്നെയാണ് കേട്ടോ ഇത് ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കണതെന്ന് പറയണത് ഭയങ്കര കഷ്ടപ്പാടാണ്. എന്നുവെച്ചാൽ നല്ലോണം ക്ഷമയും പരിധിയൊക്കെ വേണമെങ്കിൽ അതാണ് പറയുന്നത്. പിന്നെ ഈ ബീൻ തന്നെ വന്നത്. അപ്പം നമ്മൾ ഈ കോട്ടൺ ഫില്ല് ചെയ്യുന്ന നേരത്ത് ഒട്ടും പിശുക്കില്ല കേട്ടോ. കാരണം അത് ഗുളുഗുള എഫക്റ്റ് എന്ന് വെച്ചാൽ കടൽ ക്ലൗഡ് ഉണ്ടല്ലോ. ഇപ്പം ഈ കടൽ ക്ലൗഡിൽ ആ ചേച്ചി പറയണത് ഈ ഗുളുഗുളു എഫക്റ്റ് ആ ചേച്ചിയാണോ എന്താണോ, ഞാൻ ആ ചേച്ചിയുടെ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്കും ഈ ടോപ്പിക്ക് ചെയ്തുകൂടെ എന്ന് പറഞ്ഞിട്ടാണ്. എന്തായാലും അവരുടെ ചാനൽസ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ക്രാഫ്റ്റിംഗ് ചാനലാണ് ഈ കടൽ ക്ലൗഡ് എന്ന് പറയണം. കാണാത്തവരുണ്ടെങ്കിൽ ആ ചേച്ചിനെ സപ്പോർട്ട് ചെയ്യുക. കൂടെ എനിക്ക് 2 ചാനലുണ്ട് കേട്ടോ, അൽവൽ സ്റ്റാർ ആൻഡ് ലയോ മെലഡി. പിന്നെ നിങ്ങൾ ഇത് രണ്ടും എന്നെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു നിലയിലൊക്കെ എത്താം. കാരണം നിങ്ങൾ എന്നെ സന്തോഷിപ്പിച്ചാൽ എനിക്കും സന്തോഷിക്കാം എന്ന് ഞാൻ പറയുന്നു ഗൈസ്. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ വീഡിയോകൾ എഡിറ്റ് ചെയ്തിരുന്നത്. എന്നിട്ട് എനിക്കൊരു ലൈക്ക് പോലും ഇല്ല ഗൈസ്. എന്തെങ്കിലും ആവട്ടെ, ഞാൻ പറഞ്ഞ് ഇവിടെയൊക്കെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ബാഗിൻ്റെ ഈ സൈഡിൽ കൂടെയൊക്കെ ഗം ടേപ്പ് പൊട്ടിച്ചിട്ട് വേണം നമുക്കൊരു ബാഗ് ആക്കി എടുക്കണ്ടേ ഗൈസ്. ഞാൻ നിങ്ങൾ നല്ലോണം വിറപ്പിക്കുന്നുണ്ട്. കാരണം ഞാനില്ലേ ഈ വീഡിയോ എടുത്തപ്പോൾ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാൻ മറന്നുപോയി. പിന്നെ എനിക്ക് എങ്ങനെയൊക്കെ പിന്നെ നിങ്ങൾക്ക് നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാനും പറ്റൂല. അപ്പം പിന്നെ ഞാൻ അതങ്ങോട്ട് വെച്ചു. പിന്നെ കുറേ എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ തരാം. അങ്ങനെ വെച്ച് കാഴ്ച വായിക്കോട്ടെ വിട്ട് മടുക്കുന്നു. ഈ വോയിസ് കവർ ചെയ്യുന്ന വീഡിയോ ഉണ്ടായിരുന്നു. എൻ്റെ വായിക്കാത്ത ആന കയറിപ്പോകാനുള്ള ഓട്ടം ഉണ്ടായിരുന്നു ഈ പുറത്ത് പറഞ്ഞേട്ടം. അപ്പം വേറെ എന്നാ കഴിച്ചാൽ ചെയ്യാനുള്ളത് അമ്മേ ഷോയെ. അപ്പം ഞാൻ പിന്നെയും ഗം ടേപ്പ് ചെയ്ത് വലിച്ച് പറിച്ച് ഏനൊക്കെ എന്തൊക്കെ കാണണോ എന്തോ കേസ് നിങ്ങൾ വരുമ്പോൾ. ഇതേപോലെ തന്നെ അപ്പുറത്തെ സ്ക്വീഷി ഞാനിങ്ങനെ ചെയ്ത് ഇനിയിപ്പോൾ സൈഡിൽ കൂടെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഒട്ടിക്കുക ഗൈസ്. അപ്പം ഇങ്ങനെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നു ഗൈസ്. നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട കേട്ടോ. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല. കാരണം ഞാൻ ഈ ആപ്പ് ഇൻഷോട്ട് എന്ന് പറഞ്ഞൊരു ആപ്പാണ് വോയിസ് കവർ യൂസ് ഫസ്റ്റ് ടൈമാണ്. അത് കാരണം എനിക്ക് അറിയത്തുമില്ല. അപ്പം ഞാനിത് കട്ട് ചെയ്തു. അവസാനത്ത് ഇനിയിപ്പോൾ നമുക്ക് ഈ കോട്ടൺ ഫില്ല് ചെയ്യാൻ നേരത്തെ ഒരു ചെറിയ പിശുക്ക് പോലും കാണിക്കാൻ പാടില്ല. കാരണം അത് നല്ലവണ്ണം ഫില്ല് ചെയ്യണം, എന്നാലും ഒരു രസം വരത്തുള്ളൂ. എന്നിട്ട് നല്ല പീച്ചാനൊക്കെ നല്ല നമുക്കൊന്ന് സ്ക്വീഷ് ചെയ്യാൻ നല്ല സുഖം വേണ്ടേ. പിന്നെ ഈ ബ്ലൈൻഡ് ബാഗ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാന്ന് വെച്ചാൽ ഈ ബ്ലൈൻഡ് ബാഗ് എന്ന് പറയുന്നത് നമുക്ക് മേടിക്കാൻ കിട്ടുന്ന ഒരു സാധനമാണ്. ഇപ്പം
ആ സാധനം തന്നെ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കണതാണ് ഈ സാധനം എന്ന് പറയുന്നത്. നമുക്ക് ഉണ്ടാക്കാൻ പറ്റണതെല്ലാം നമ്മൾ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. ഇത് നമ്മൾ നല്ലോണം ഇത് പിന്നെയും ബീന്ന് പറയാൻ പറ്റും നമ്മൾ പറ്റണ അത്ര നമ്മൾ കോട്ടൺ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ദേ നമ്മൾ എൻ്റെ വായിൽ വെള്ളം പറ്റും ഗൈസ്. ആ മാതിരിയാണ് ഞാൻ വോയിസ് കവർ ചെയ്യാൻ നേരത്ത് എൻ്റെ മൂക്കും എല്ലാം ചൊറിയുന്നുണ്ട്, ആരും എന്നെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇതൊക്കെ എനിക്ക് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ നല്ല രസമായിരിക്കും. നമ്മളിവിടെ പറഞ്ഞ് നിർത്തി പപ്പ വന്നപ്പോൾ ഞാൻ ജസ്റ്റ് പേടിച്ചൊന്ന് വോയിസ് കോഡ് നിർത്തിയതാണ്. പ്രത്യേകിച്ച് പേടിക്കാനൊന്നുമില്ല. അതുപോലെ നമ്മൾ ഇതിൽ ഫില്ല് ചെയ്യാൻ ഒരു വിശുക്കും കാണിക്കരുത്. ഞാൻ പിന്നെയും ബീനെന്ന് പറയാൻ വന്നപ്പോൾ തന്നെയാണ് എന്നെ പുറകിൽ നിന്ന് ഞാനൊരു അപ്പോഴാണ് ഞാൻ തിരിഞ്ഞ് നോക്കണ കേസ്. അപ്പം നമ്മൾ ഗം ടേപ്പ് എടുത്തിട്ട് നമ്മളിങ്ങനെ ബെഞ്ച് വെച്ചിട്ട് നല്ല അമർത്തിയിട്ട് ഇങ്ങനെ ഗം ടേപ്പ് ഇങ്ങനെ ഒട്ടിക്കുവാണ്. നല്ലോണം കയ്യിലൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യണതെങ്കിൽ ഒട്ടും വർക്കാവത്തില്ല കേസ്. ഇങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ചെയ്യണത്. ഇപ്പോൾ കയ്യിലൊക്കെ വെച്ചിട്ടും ചെയ്യണമെന്ന് വെച്ചാൽ ഗം ടേപ്പ് ഒക്കെ വെച്ചിട്ട് എന്ന് പറയണത് ഭയങ്കര കഷ്ടം തന്നെ. പിന്നെ ഈ ഗ്ലൂ ഒക്കെ വെച്ചിട്ട് നമ്മളിത് ഇങ്ങനെ ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ എത്ര നേരം പിടിച്ചു വെക്കണമെന്നറിയാമോ? കാരണം ഈ ബീൻ കുറേ ഈ കോട്ടൺ കുറേ ഉള്ളത് കാരണം ഇതിനെ പെട്ടെന്ന് ഓപ്പണാക്കി പോകും. അതിനുവേണ്ടി ഞാനൊരു ടൂൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ടൂള് ഉണ്ടാക്കി വെക്കും. പക്ഷേ എനിക്ക് കാത്തിരിക്കാൻ സമയമൊന്നുമില്ല. കാരണം ഇപ്പം തന്നെ എനിക്ക് വീഡിയോ എടുത്ത് തീർക്കണം. അപ്പോൾ ഇതാ എനിക്ക് എഡിറ്റിംഗ് പണി അതും ഇതൊക്കെ എനിക്ക് മാറ്റി വെക്കാൻ കഴിയില്ല. കാരണം ഈ വീഡിയോ എടുക്കുന്നത് നിസ്സാര കാര്യമല്ല. അതിന് എഡിറ്റിംഗ് ഭയങ്കര ഒരു പണിയാണ് ഈ യൂട്യൂബിലെ വീഡിയോസിൽ ഇടുന്നതെന്ന് പറയണത്. എനിക്ക് പ്രത്യേകിച്ച് ഷോർട്സിന് കുഴപ്പമൊന്നുമില്ല. പ്രത്യേകിച്ച് ലോങ് വീഡിയോസിനാണ് കേട്ടോ എനിക്ക് കുഴപ്പം. കണ്ടോ ഞാൻ ഇപ്പോൾ സൗണ്ട് ലാസ്റ്റ് അല്ല ഇതിന് കേൾപ്പിച്ചു തരാം കേട്ടോ. എന്നാത്തിന് ആ ഷോർട്സിന് ഞാൻ കേൾപ്പിച്ചു തരാം. എന്നിട്ട് ഞാൻ മിണ്ടാതെ അനങ്ങാതിരും ചെയ്തോളാം കേട്ടോ. അപ്പം ഞാൻ പിന്നെ രണ്ടാമത്തേന് നമുക്ക് എങ്ങനെ തന്നെ ചെയ്തെടുക്കണ്ട. രണ്ടാമത്തേൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഗായ്സ് ചാനലിൽ. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല. നിങ്ങൾ ഇത് ക്ഷമയോടെ ഇരുന്ന് കാണുക, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യുക. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻറ്റ് സെക്ഷൻ ഓണാണെങ്കിൽ കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ. നല്ലോണം ഞാൻ കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും സപ്പോർട്ടിനെസ്സിനാണ് എന്ന് വെച്ചാൽ അതിന് ഒരു പ്ലേ ബട്ടണിന് വേണ്ടി എന്തൊക്കെ കഷ്ടപ്പെടണം ഗൈസ്. എനിക്ക് ഉറക്കപ്പേരുടെ ഭംഗിയാണ് ഉറക്കപ്പേര്. നല്ല സുഖം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞാൽ നല്ല സുഖം കിട്ടും. പക്ഷേ എനിക്ക് വീഡിയോസ് എഡിറ്റിംഗ് നാളെ എനിക്ക് സ്കൂളിൽ പോകാൻ അതിൻ്റെ ഹോംവർക്ക് നാളെ 6:45 ട്യൂഷൻ 6:45 ട്യൂഷന് പോകണം. എന്തൊക്കെ പരിപാടികളല്ലേ ഗൈസ്. നിങ്ങളിനിപ്പോൾ ചാനൽ തുടങ്ങുവാണെങ്കിൽ നല്ലോണം നോക്കിയും കണ്ടും തുടങ്ങുക. ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിർത്താനാണെങ്കിൽ ഒരു മനസ്സുമില്ല ഗൈസ്. കാരണം ഈ ചാനൽ ഡിലീറ്റ് ചെയ്യാൻ ഭയങ്കര ഒരു പണിയാണ്. പിന്നെ എനിക്കൊരു ഇതാണ് സങ്കടമാണ്. ഞാൻ ഇത്രയും ഒരു സബ്സ്ക്രൈബേഴ്സ് ഒരു നിലയിലെത്തിയെന്ന് വെച്ചാൽ ഒരു 100 ആവാൻ വേണ്ടി ഒരു 50 സബ്സ്ക്രൈബേഴ്സും കൂടെ മതി. അതിനിപ്പോൾ അത്രയും ചെയ്താൽ ഇനിയിപ്പോൾ എനിക്കത് കളയാനൊരു ഡിലീറ്റ് ചെയ്യാനൊരു മനസ്സില്ല. ഇല്ലെങ്കിൽ ഞാനത് ചെയ്തേനെ. പിന്നെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു. പക്ഷെ നല്ല പണി പെട്ടുള്ളൊരു പണിയാണ് ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. യൂട്യൂബിൽ ഷോർട്സ് എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യങ്ങളാണ്. പക്ഷേ ഈ ലോങ് വീഡിയോസിൽ എഡിറ്റിംഗ് എന്നുവെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനിടാം. പക്ഷെ നമ്മുടെ ഒരു സ്റ്റാൻഡേർഡിനനുസരിച്ച് നമ്മളല്ല അതിനൊരു വ്യൂസും ഒരു റീച്ചും ഒക്കെ കിട്ടണം. അപ്പോൾ ഈ ലോങ് വീഡിയോസ് എഡിറ്റിംഗ് എന്ന് പറയുന്നത് വളരെ കഷ്ടമുള്ളൊരു പണിയാണ്. പക്ഷെ എന്നാലും നമ്മളത് ചെയ്ത് തീർക്കും എങ്ങനെയെങ്കിലൊക്കെ ഗൈസ്. അവിടെ ഞാൻ കീറി വെച്ച് ഗൈസ്. അത് എന്നാന്ന് വെച്ചാൽ എനിക്കതവിടെ ഗം ടേപ്പ് നല്ലോണം ഒട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ അത് അങ്ങനെ അവിടെ ഞാൻ കീറി വലിച്ചെടുത്തു എന്ന് പറഞ്ഞ് അവിടെ ഞാൻ കട്ട് ചെയ്തിട്ട് അവിടെ ഞാൻ ഗം ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ച് വെച്ചു. നല്ലോണം ഇത് പണി വെട്ടിട്ടാണ് ഈ ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കണമെന്ന് ഞാൻ പറയും. കാരണം എന്താണെന്ന് അറിയത്തില്ല. നിങ്ങൾ ഒരു വട്ടം ബ്ലൈൻഡ് ബാഗ് ഈ വീഡിയോ നോക്കിയിട്ടൊന്ന് ഉണ്ടാക്കി നോക്കുക. കാരണം അത്രയും പണി എന്നാന്ന് വെച്ചാൽ വേറെ ഒന്നും ഇല്ല ഗൈസ്. എന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ വീഡിയോ ഇട്ടതിൽ
ഏറ്റവും ഇതുവരെ വീഡിയോ ഇട്ടില്ല, ഇപ്പോൾ പറയാൻ പറ്റില്ല, ഏറ്റവും എഫേർട്ട് ഇട്ട് ചെയ്ത് ഇതാണ്. കാരണം ഇതിനാണ് കുറേ അധികം ഇത്. പിന്നെ ഞാൻ ഷോപ്പിംഗ് ചലഞ്ച് അതിനൊന്നും പ്രത്യേകിച്ച് എഡിറ്റിംഗ് ഒന്നും വന്നില്ല. ഈ ഷോപ്പിംഗ് ചലഞ്ച്, ഹോം ടൂർ, അതേപോലെയൊക്കെ ഞാൻ പിന്നെ ഈ ആഫ്റ്റർ പർച്ചേസിങ്ങിനൊക്കെ അതൊക്കെ ഞാൻ ഇട്ടത്. പിന്നെ അതിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഇനിയിപ്പോൾ എനിക്ക് ഹൗസ് വാമിങ്ങിൻ്റെ വീഡിയോ ഇടണം. ഹൗസ് വാമിങ് പണ്ടേ കഴിഞ്ഞതാണ്, ഏപ്രിലിൽ കഴിഞ്ഞതാണ്. ഇതുവരെ ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടില്ല. കാരണം അതിൻ്റെ എഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു അപ്പാര എഡിറ്റിങ്ങാണ്. പിന്നെ എനിക്കതിനാണെങ്കിൽ മടിയുമാണ്. കാരണം എനിക്ക് തോന്നുന്നത് ഇതിനെ കഴിഞ്ഞും എഫേർട്ട് ചെയ്യേണ്ടതാണ് ഞാനിപ്പം ഇനി വരാൻ പോണത് ആ ഹൗസ് വാമിങ്ങിൻ്റെ ചെയ്യേണ്ടത്. അപ്പം എന്ത് ചെയ്യണം, നമ്മളതൊക്കെ ചെയ്തേ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ഞാൻ അത്രയും കഷ്ടപ്പെട്ട് വീഡിയോ എടുത്തില്ല. ഇനിയിപ്പോൾ എനിക്കത് ഇടാതിരിക്കാൻ തോന്നത്തില്ല. ഞാൻ ഈ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞതല്ലേ, ഇനിയിപ്പോൾ അത് ചെയ്യാം ഗൈസ്. ഇനി ഇത്ര വെറൈറ്റി 15 മിനിറ്റത്തെ വോയിസ് ഓവറേ ചെയ്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾക്ക് ഇനിയും ഉണ്ട് ഗൈസ്. ഒരു 11 മിനിറ്റ് ഉണ്ട് നമുക്ക് ഇനിയും പറയാൻ. ഇനിയിപ്പോൾ കൺക്ലൂഷൻ ഉണ്ടല്ലോ, ആ കൺക്ലൂഷനെ ഞാൻ മിണ്ടാതിരിക്കും. കാരണം അന്നേരം ഞാൻ ഉറപ്പായിട്ട് മിണ്ടിയിട്ടുണ്ടല്ലോ. അപ്പം ഞാനില്ല ഗൈസ്, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ മിണ്ടുന്നുണ്ടായിരുന്നു. എന്നു വെച്ചാൽ എനിക്ക് അറിയത്തില്ല ഈ വോയിസ് കവർ എങ്ങനെ ചെയ്യണമെന്ന്. പിന്നെ ഇപ്പം ഞാൻ ആദ്യമായിട്ട് ചെയ്തത് ഞാൻ പറഞ്ഞില്ലേ, അത് കാരണം എനിക്ക് കുറച്ച് ഡൗട്ടാണ്. ഇപ്പോൾ ഞാൻ വോയിസ് കവർ ചെയ്യുമോ ഇല്ലയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഡൗട്ടായിരുന്നു. ആദ്യം ഞാൻ പിന്നെ വോയിസ് കവർ ചെയ്യാമെന്ന് വെച്ചാൽ കാരണം ഷോർട്സാണ് ഞാൻ വിചാരിച്ചുകൊണ്ട് ചെയ്തത്. അപ്പം ഞാൻ അങ്ങനെയൊക്കെ ചെയ്ത് ഗൈസ്. ഞാൻ പിന്നെ അതിന് വേറൊരു കാര്യങ്ങളൊക്കെ മിണ്ടിക്കൊണ്ടിരിക്കുന്നത് ഇത് കണെങ്കിൽ ബ്ലൈൻഡ് വിഷയത്തിലേക്ക് വാ. അപ്പോൾ നമ്മൾ അടുത്തത് ഇതിനെന്താ വെച്ചാൽ ബ്ലൈൻഡ് ബാഗിൻ്റെ വിശ്വസിച്ച് ഞാൻ ചുട്ടിക്കുട്ടി പള്ള കളഞ്ഞു. കാരണം അത് ശരിയായി. അപ്പം ഇത് ഒന്ന് കാണിച്ചല്ലോ കാരണം ഞാനിത് പിന്നെ മിണ്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഷോർട്സാന്ന് വിചാരത്തിൽ ഞാൻ വോയിസ് കവർ ചെയ്യാതെ മിണ്ടായിരുന്നു. അപ്പോഴേ ചോദിച്ചത് വോയിസ് കവർ എങ്ങനെ ചെയ്യും, എനിക്കറിയത്തില്ലല്ലോ. അതിൻ്റെ ആപ്പ് ക്യാൻവ എന്ന് പറയണത്. അതിൻ്റെ ഒരു ക്യാൻവ എഡിറ്റിംഗ് നല്ലൊരു എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൊളിയായിട്ട് വരും. പക്ഷെ അതിന് എഡിറ്റ് ചെയ്യാൻ കുറച്ച് പാടുണ്ട്. പിന്നെ എൻ്റെ ഈ ഫോണിലെ ക്യാൻവ എന്ന് സൈൻ ഇൻ ചെയ്യണം. ഞാൻ എൻ്റെ ഫോണിലാണ് സൈൻ ഇൻ ചെയ്ത് വെച്ചേക്കുന്നത്. ഇനിയിപ്പോൾ അതിനൊരു കോഡ് വന്നു അത് ഇതൊക്കെ ആയിട്ട്. അപ്പം ഞാൻ പിന്നെ ഇടയ്ക്ക് മിണ്ടുന്നുണ്ട്, അങ്ങനെ വോയിസ് കവർ ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ അവസാനമായിട്ട് ഇതിൻ്റെ അറ്റം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ഇതിൻ്റെ ഇതിനൊട്ടിക്കാൻ വേണ്ടി. അങ്ങനെ അവസാനം ഞാൻ എങ്ങനെയൊക്കെയോ അത് കണ്ടുപിടിച്ച് എടുത്തു ഗൈസ്. ഇതാണ് മറ്റേ തുപ്പൽ പൊട്ടാസിൻ്റെ മറ്റേ ചേട്ടയുടെ ഒരു ഒച്ചയിലിത്. എനിക്ക് ചിരി വരട്ടെ. എനിക്ക് സത്യം പറഞ്ഞാലേ ഒന്നുമില്ല. നമ്മൾ നേരെ പിന്നെ അത് ഒട്ടിച്ചു കൊടുത്തു. ഇതിനെ പേര് എനിക്ക് ശരിക്കും ഈ വോയിസ് കവർ ചെയ്ത് എൻ്റെ വായിൽ വെള്ളം പറ്റുമെന്നല്ല, എൻ്റെ വായിൽ വെള്ളം പറ്റുമല്ല കേട്ടോ. ഇത് എൻ്റെ വായിൽ വെള്ളം നിറയുമായി. ഇനി വായിൽ വെള്ളം പറ്റണമെന്ന് പറയണം ഗൈസ്. ഇതിന് ഞാൻ പിന്നെ ബീനസ് ഞാൻ ഈ കോട്ടൺ ഫില്ല് ചെയ്തത് ഇച്ചിരി കുറഞ്ഞു പോയി. അത് കാരണം അത് ഞെക്കുമ്പോൾ ഒരു ഗുളുഗുള എഫക്റ്റൊന്നുമില്ല ഗൈസ്. അയ്യോ, ഞാൻ പിന്നെ ആയിക്കോട്ടെ വിടും. ഞാനൊന്നൊക്കെ ഇത് വോയിസ് ഓവർ ഓഫ് ആക്കട്ടെ. അയ്യോ വേണ്ട. നമുക്ക് ഈ മാതിരി എപ്പോഴും വായിക്കട്ടെ ഉറക്കം വന്നെങ്കിൽ എപ്പോഴും വായിക്കട്ടെ വീഴുന്ന ഒരു അസുഖമുണ്ടോ, അതായത് സ്വഭാവം ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ, അതായത് കമൻറ്റ് സെക്ഷൻ ഓണാണെങ്കിൽ ഞാനില്ല ചില സമയത്ത് കമൻറ്റ് സെക്ഷൻ ഓണാക്കിയേക്കും. പിന്നെ ഈ വീഡിയോ വന്നു കഴിയുമ്പോൾ കമൻറ്റ് സെക്ഷൻ ഓണല്ല. ഇവിടുത്തെ മണിമായം, എന്ത് മണിമായം, ഇവിടുത്തെ മണിമായം, ആ മണിമായം. അങ്ങനെ ഇത് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമ്മളെന്ത് അതിൻ്റെ അറ്റവും മുറിയൊക്കെ മുറിച്ച് നല്ല സുന്ദര കുട്ടപ്പനാക്കി എടുക്കണ്ടേ അവനെ. ഇങ്ങനെ അതുകൊണ്ട് ബീൻ നിറച്ചത് ശരിയായില്ല. കണ്ട ഈ സെക്കൻഡ് ഡേ ആണിത്. വീണിട്ടിരിക്കണതാണ് കേട്ടോ. വീണിട്ട് ഞാൻ പോരാടാൻ വേണ്ടി വീണ്ടും കയറി വന്നത് ഇതേപോലെയൊക്കെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മളത് ഫില്ല് ചെയ്യാതെ ഞാൻ മറന്നുപോയി കേട്ടോ. അതോ ഞാനിവിടെ ചെയ്തിട്ടുണ്ടോ എന്ന്, അത് ക്ലിപ്പ് ചെയ്ത് മാറിപ്പോയോ എന്തോ എനിക്കറിയത്തില്ല കേട്ടോ. ഓക്കെ സോറി ഞാൻ എന്തൊക്കെ പറഞ്ഞത് എനിക്ക് മാത്രം അതിനെ അറിയത്തുള്ളൂ. കണ്ടോ ഞാൻ ബാഗ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്തോട്ട് ഞാൻ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ബാഗ് ഉണ്ടാക്കണം ഞാൻ കടിച്ചിട്ടില്ല കേസ്. അതിനത് ഫില്ല് ചെയ്തിരുന്ന കണ്ടോ എൻ്റെ ഗം ടേപ്പ് തീർന്നു പോയി. കാരണം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ വേറെ കുറച്ച് ഇത്
എന്നാ ആ ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം മറ്റേ കമ്പനി എനിക്ക് ഇതിൻ്റെ അതിൻ്റെ അറ്റ കിട്ടുന്നില്ല. അതാണ് ഞാൻ ക്യാമറയ്ക്ക് വന്നത്. എൻ്റെ ഈ ബ്ലൈൻഡ് ബാഗിൻ്റെ ആ പ്ലാൻസ് എഴുതിക്കണ ബാഗിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ നിങ്ങൾക്ക് വാട്ടർ മെലൻ്റെ എഴുതുകയാണ്. അത് ഞാൻ വാട്ടർ മെലൻ്റെ ഇത് ഉണ്ടാക്കിയിട്ട് ഫ്ലോപ്പായിട്ട് അവിടെ കിടക്കണതാണ്. അമ്മച്ചി പിന്നെ നമ്മളതിനെ അതിൻ്റെ അറ്റം ഒന്ന് ഇങ്ങനെ ചെയ്ത് വെച്ചിട്ട് നമ്മളതിനെ ഇപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ബാക്കിൽ കൂടെ നമ്മളിതിനെ ഒട്ടിച്ച് കൊടുക്കാം. നമുക്ക് ഗമ്മ് വെച്ചിട്ട് യൂസ് ചെയ്യാം. പക്ഷേ ഗമ്മിന് വെച്ചെങ്കിൽ നല്ല ക്ഷമയോട് കൂടി നിങ്ങൾ ചെയ്യണം. അതാണ് ഇപ്പം അതിൻ്റെ ഇതെന്ന് പറയുന്നത്. അതേപോലെ രണ്ടു ഭാഗത്തേക്ക് വെച്ചു. ആ വീട് എന്ത് കാണിക്കാത്ത ഇതിപ്പോൾ അവിടെ എവിടെയെങ്കിലൊക്കെ തന്നെ കാണുമായിരിക്കും കേട്ടോ. ഗൈസ് ബ്ലൈൻഡ് ബാഗ് അൺബോക്സിങ് ഇതിപ്പോൾ തീരാറായി. ഗൈസ് അൺബോക്സിങ് വളരെ ചെയ്യാറായി. അപ്പോൾ അത് നമ്മളതിനെ ഒട്ടിക്കാൻ പോവുകയാണ്. അപ്പം ഞാനതിനെ ഒട്ടിച്ച് ഗൈസ് അതേ കണ്ട ഞാൻ അതിൻ്റെ ഫ്രണ്ടിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേ എവിടെ ഒരു ബോവും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ലൈനായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിൻ്റെ അകത്ത് കോമൺ എന്ന് പറഞ്ഞൊരു ഇതും കൊടുത്തിട്ടുണ്ട് കേട്ടോ. കോമൺ ആയിട്ടാണ് ഈ പ്ലാൻസൊക്കെ നമ്മൾ കാണാറുള്ളത്. അത് തന്നെയാണ്. പിന്നെ നമ്മൾ ബ്ലൈൻഡ് ബാഗിൻ്റെ അവസാനത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്ത് തീർത്ത് ഗായ്സ്. അപ്പോൾ നമ്മൾ കുറേ നേരത്തെ 2 ദിവസത്തെ ഷൂട്ടിങ്ങിലേക്ക് നമ്മുടെ അടുത്തിരിക്കുന്നു. സോറി 3ാമത്തെ ദിവസമാട്ടോ. ഞാൻ ഫസ്റ്റ് 2 ദിവസം ഞാൻ ഇത് ബ്ലൈൻഡ് ബാഗ് എഴുതി വെച്ചാൽ കുളമായിപ്പോയി. എന്താണ് ഈ കാരണം? നമ്മുടെ ബ്ലൈൻഡ് ബാഗ് സെറ്റായി. വൃത്തിയാണ് ഗൈസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഗൈസ് അപ്പം നിങ്ങൾ ഇന്നത്തെ ബ്ലൈൻഡ് ബാഗ് എങ്ങനെ ഉണ്ടാക്കുന്നത് എനിക്ക് മനസ്സിലായല്ലേ? അപ്പം മനസ്സിലായെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷൻ ഓൺ ആണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പോയിട്ട് ഓൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസും കിട്ടും. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ എനിക്ക് ഒരു സെക്കൻഡ് ചാനൽ കൂടെ ഉണ്ട്, ലയോ മെലഡി. അതും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പം നമ്മളിപ്പോൾ 3 ബ്ലൈൻഡ് ബാഗാണ് ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ ഉണ്ടാക്കിയത്. എന്നിട്ട് ഞാൻ എൻ്റെ കാലൊന്ന് ഇരിക്കുകയായിരുന്നു ഗൈസ്. അപ്പം ഇതിൻ്റെ ബാക്കിൽ ഈ മെസ്സേജൊക്കെ ഇന്നത്തിനാണ് ഞാൻ. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇറ്റ്സ് മൈ ലയോൺ ആൻഡ് യു വാച്ചിങ് അൽബസ. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ.